നെക്സ്റ്റ് പേഷ്യൻറ്റ്. അശ്വതി, വരൂ വരൂ, ഇരിക്കും. പിന്നെ പറ അശ്വതി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നല്ലേ? അശ്വതിയുടെ ഫസ്റ്റ് പ്രഗ്നൻസി അല്ലേ? അതെ മാഡം. ഓക്കെ. ഹസ്ബൻഡ് കൂടെ വന്നിട്ടില്ലേ? ഏട്ടൻ പുറത്തുണ്ട്. പുറത്ത് അതെന്താ? എന്നോട് കേറിക്കൊള്ളാൻ പറഞ്ഞു. അയ്യോ, അയാളെ അകത്ത് വിളിക്കേ. അയാളും കൂടെ കേൾക്കാൻ്റെ കാര്യങ്ങളല്ലേ? അകത്ത് വിളിക്കും. ഞാൻ വിളിക്കാം. അശ്വതി ഇരിക്കും. സിസ്റ്റർ, പുറത്ത് നിൽക്കുന്ന ഈ കുട്ടിയുടെ ഹസ്ബൻഡ് ഇല്ലേ, ഒന്ന് വിളിക്കൂ. പിന്നെ പറ അശ്വതി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ശരത്തിലൊക്കെ ഉണ്ടോ? നല്ല ക്ഷീണം ശരത്തിലുണ്ട് ഉണ്ടല്ലേ? അതൊക്കെ ഉണ്ടാവും കേട്ടോ. അതാ വന്നല്ലോ. അശ്വതിയുടെ ഹസ്ബൻഡിന്റെ പേര് സിജിൻ. ഓക്കെ, വരൂ വരൂ ഇരിക്കും. അശ്വതിയുടെ ബോഡി വളരെ വീക്കാണല്ലോ സിജിനെ. ആൾക്ക് നല്ല ശബ്ദവും ക്ഷീണവും ഒക്കെ ഉണ്ട്. അപ്പൊ ആളെ നന്നായിട്ടൊന്ന് കെയർ ചെയ്യണം കേട്ടോ. നല്ല ഹാപ്പി ആയിട്ട് എപ്പോഴും ഇരിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ഇപ്പോഴും രണ്ടുപേരും ഹാപ്പി ആയിരിക്കുമ്പോഴേക്കും നിങ്ങളുടെ കുഞ്ഞ് കേട്ടോ, കുഞ്ഞിന്റെ ആരോഗ്യം. അതുകൊണ്ട് രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. നല്ല ഫുഡ് കഴിക്കുക അശ്വതി, നല്ല ഫുഡ് കഴിക്കുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ 1 മന്തിലേക്ക് ഒരു ടാബ്ലറ്റ് എഴുതി തരാം. അപ്പോൾ അത് കഴിച്ചിട്ട് 1 മന്ത് കഴിഞ്ഞിട്ട് വരുമ്പോൾ നല്ല ഉഷാറായിട്ട് വരണം അശ്വതി കേട്ടോ. അന്നൊന്നും ക്ഷീണമൊന്നും കാണരുത് കേട്ടോ. അപ്പോൾ ടാബ്ലറ്റ് എഴുതി തരാം. അപ്പോൾ ടാബ്ലറ്റ് ഇവിടെ പുറത്തുണ്ട്. പുറത്ത് നമ്മുടെ ഫാർമസിയിലുണ്ട്, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിയാൽ മതി, കുഴപ്പമില്ല. അപ്പോൾ അത് എൻ്റെ കോൺടാക്ട് നമ്പർ എഴുതി തരാം. അപ്പോൾ ഇത് ആഫ്റ്റർ 4 o'clock ഞാൻ ക്ലിനിക്കിലുണ്ടാവും. എല്ലാ ദിവസവും 4 o'clock ഞാൻ ക്ലിനിക്കിലുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ വരികയോ വിളിക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ കൂടുതൽ പേടിക്കാനൊന്നുമില്ല. അപ്പോൾ ഇത് ഓക്കെ, അടുത്ത് വരിക കേട്ടോ. താങ്ക് യു. നെക്സ്റ്റ് പേഷ്യൻറ്റ്. സിസ്റ്റർ, പിന്നെ റിസൾട്ട് കാണിക്കാൻ വേണ്ടി പുറത്ത് നിൽക്കുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ, അവരെനി പറഞ്ഞു തന്നെ അവരെ വെറുതെ നോക്കി നിൽപ്പിക്കണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യൂ. നെക്സ്റ്റ് ഡേ സ്കാൻ റിപ്പോർട്ടുമായിട്ട് വന്നാൽ മതി. ഓക്കെ. റിപ്പോർട്ട് കണ്ടാലേ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഡേ വാ. ഓക്കെ, ശരി. പേരെന്തായിരുന്നു? ഗീതു. എത്ര വയസ്സായി? 32. സെക്കൻഡ് ആണല്ലേ? അതെ. വേറെ പ്രോബ്ലംസ് ഒന്നുമില്ലല്ലോ? ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. എന്റെ സ്കാൻ റിപ്പോർട്ട്. ഹലോ. സർജറി നാളെ ഉണ്ടാവും. ഓക്കെ ഓക്കെ. നാളെ കൺഫേം ആണ്. ശരി ശരി ഡോക്ടർ. ശരി. പിന്നെ അപ്പൊ എന്താ പറഞ്ഞു? അല്ല, എന്റെ സ്കാൻ റിപ്പോർട്ട് കാണിക്കുന്നു. സ്കാൻ ഇതില് പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല, എല്ലാം ഓക്കെയാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഞാനൊരു ടാബ്ലറ്റ് എഴുതി തരാം. വൈറ്റമിൻ ടാബ്ലറ്റ് ആണ്. അടുത്ത ഓഗസ്റ്റ് 28-ന് ഒരു സ്കാൻ ഉണ്ട് കേട്ടോ. അന്നൊന്ന് സ്കാൻ ചെയ്യാം. ഒന്ന് വരൂ, ചെക്ക് ചെയ്യട്ടെ. നെക്സ്റ്റ് പേഷ്യൻറ്റ്. വരൂ വരൂ. അന്ന് റീന എന്നല്ലേ പേര് പറഞ്ഞത്? മാഡം, ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരുന്നത്. എൻ്റെ പേര് നിഷ എന്നാണ്. നിഷയാണോ? ഓക്കെ ഓക്കെ, ഫസ്റ്റ് ടൈം ആണോ? ഓക്കെ, ഇരിക്കും. പിന്നെ പറയൂ നിഷ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നല്ലോ? ഇപ്പൊ എത്ര മന്തായി? ഇപ്പോൾ കൺഫേം ആയതേ ഉള്ളൂ മാഡം. ഓക്കെ ഓക്കെ ഓക്കെ. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? എവിടെയാണ്? ചേട്ടൻ ദുബായിലാണ്. ഒരു ആഴ്ച ആയതേ ഉള്ളൂ പോയി. ദുബായിലാണോ? ദുബായ് വെരി നൈസ് പ്ലേസ്. എനിക്ക് ദുബായ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആണെന്നല്ലേ പറഞ്ഞത്? അതെ മാഡം. വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല മാഡം. അപ്പോൾ 1 മന്തിലേക്ക് ഞാനൊരു ടാബ്ലറ്റ് എഴുതി തരാം. അതുകൊണ്ട് നമ്മുടെ ഫാർമസിയിലുണ്ട് കേട്ടോ, അവിടെ നിന്ന് വാങ്ങിയാൽ മതി. ശരി മാഡം. പിന്നെ അത് കഴിഞ്ഞ് ഒരു 15 days കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു സ്കാൻ ചെയ്യണം. അപ്പോൾ അത് ഇവിടെ നിന്ന് ചെയ്യാം കേട്ടോ. സ്കാനൊക്കെ ഇവിടെ നിന്ന് ചെയ്യാം. പിന്നെ അന്ന് തന്നെ നമുക്കൊരു ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്യാം കേട്ടോ. അത് ഇവിടുത്തെ ലാബിൽ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നന്നായിട്ട് ഫുഡ് കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത് ഇനി വരുമ്പോൾ 15 days കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു സ്കാൻ ഉണ്ട്. അതിലെന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ. ഇവിടെ ലാബ് എവിടെയാണ് മാഡം? ലാബ് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് തിരിയുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു കോർണർ ഉണ്ട്. കോർണറിന്റെ സൈഡിലോട്ട് പോകുമ്പോൾ തന്നെ ലാബ് കാണാൻ കഴിയും. ഓക്കെ, വേറൊന്നുമില്ല, പറഞ്ഞെല്ലാം ശ്രദ്ധിക്കുക കേട്ടോ. ശരി.
ശരി ശരി ഓക്കെ. നെക്സ്റ്റ് പേഷ്യൻ. ആ ഇയാള് നീതു അല്ലേ? ഓ അല്ല എനിക്കറിയാം. ഒരു ഇരിക്കും. 40 പേർക്കല്ലേ നമ്മൾ അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ 40 എന്തൊരു കഷ്ടമാണ്. ഇതിപ്പോ 2:40 ആയി. എനിക്ക് റൗണ്ട്സിന് പോകാനുള്ളതാണ്. ആ ഏറ്റി വിട്. ഇതാരാ? ഇത് എന്റെ ഹസ്ബൻഡാണ്. ഹസ്ബൻഡും ഫാദറും ഒക്കെ അങ്ങ് പുറത്ത്. ഇയാൾ മാത്രം മതി ഇവിടെ ഇരിക്കും. പുറത്തേക്കോ? സ്കാൻ റിപ്പോർട്ട് കൊണ്ടുപോയിട്ടുണ്ടോ? ഇതാ. ട്വന്റി ഫോർത്തിനല്ലേ വരാൻ പറഞ്ഞത്? ഇതിപ്പോ 10 days കഴിഞ്ഞല്ലോ. എന്താ പറ്റി? പറയുന്ന ഡേറ്റിന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അല്ല നിങ്ങളുടെ ഇഷ്ടത്തിനല്ല ചെയ്യേണ്ടത്. തോന്നുന്ന പോലെ ലേറ്റായി വരികയും ചെയ്യും. 15 or 16 അല്ലായിരുന്നു നമ്പർ? 16. ആ 16ാമത്തെ നമ്പർ. ഇതിപ്പോ എനിക്കാണ് ലേറ്റ് ആയത്. എനിക്ക് റൗണ്ട്സിന് പോകേണ്ട സമയമായി. ഹസ്ബൻഡിന് ലീവില്ലായിരുന്നു. അതിന് ഹസ്ബൻഡിനല്ലല്ലോ സ്കാൻ ചെയ്യേണ്ടത്, തന്നെയല്ലേ? അല്ല ഹസ്ബൻഡാണ് എന്നെ കൊണ്ടുവരുന്നത്, വേറെ ആരുമില്ല. ഇനി വരുമ്പോ അച്ഛനും അമ്മയും ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് മന്ത് വന്നാൽ ശരി മാഡം. താങ്ക് യു. ശരി. ആ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഓ ചേട്ടാ. എടീ ഇത് അവരെന്തോന്ന് സാധനം നിന്നെ അവിടെ ഇട്ട് പൊരിക്കുന്നത് പുറത്തുനിന്ന് എനിക്ക് കേൾക്കായിരുന്നു നന്നായിട്ട്. എന്റെ അമ്മയോ പെങ്ങളോ ആയിരുന്നെങ്കിൽ കാണിച്ചു കൊടുക്കായിരുന്നു. ഇത് നല്ല കൈപ്പുണ്യുള്ള ഡോക്ടറാണ്. എത്ര സെലിബ്രിറ്റികളുടെ പ്രസവമാണ് എടുത്തിട്ടുള്ളതെന്ന് അറിയാൻ മതി. ഇവരാണ് എന്റെ ഡോക്ടർ എന്നറിയാം പൊളിക്കും. പിന്നെ വേറെ കഴിക്കാണ്ടിരിക്കുന്നു. ഏതായാലും കൊള്ളാം. നിനക്ക് പിന്നെ ഈ ഡോക്ടർ മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ആ പിന്നെ എല്ലാം സഹിക്കാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. ആ സിസ്റ്റർ ക്ലോസ് ചെയ്തോളൂ കേട്ടോ, ഞാൻ ഇറങ്ങാണേ. ഇപ്പോ 6 months അല്ലേ? അതെ മാഡം. പക്ഷേ ഛർദി ഒന്നും മാറുന്നില്ല മാഡം. ആ ഛർദിയൊക്കെ ഇപ്പോ എല്ലാവർക്കും ഉള്ളതല്ലേ. എന്റെ സിസ്റ്ററിനൊക്കെ ആണെങ്കിൽ ലേബർ റൂമിലോട്ട് കയറാൻ പോയപ്പോ തന്നെ ഛർദിച്ചുകൊണ്ടാണ് അവള് കയറിയത്. അതൊക്കെ ഉണ്ടാവും, അതൊക്കെ അങ്ങ് പറ്റുള്ളൂ, സാരമില്ല. അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ചിലർക്ക് കാണില്ല, ചിലർക്ക് കാണും, അത്രേ ഉള്ളൂ കേട്ടോ. ആ ഒരു പണി ചെയ്യാം, ഞാനൊരു ടാബ്ലറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പൊ അത് കൊടുത്താൽ മതി. പണ്ടൊക്കെ ആണെങ്കിൽ എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ ഈ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ 4-5 കിലോ അരിയൊക്കെ ഉരലിലിട്ട് പൊടിച്ചിട്ടുണ്ടെന്ന് പറയണേ. അന്നും ഈ മിക്സി ഇല്ലല്ലോ, അപ്പൊ അവര് ഈ ഉരലിലൊക്കെ ഇട്ട് പൊടിച്ചാണ് കുട്ട വെച്ച് കഴിച്ചിട്ടുള്ളത്. അതൊക്കെ സ്വാഭാവികമാണ് ഇതൊക്കെ കേട്ടോ, ഇതൊക്കെ മാറും. എന്റെ പൊന്നു ഡോക്ടറെ, ഇവർക്ക് ഛർദി മാത്രമല്ല ദേഷ്യം ഉണ്ട്. എന്നോട് മാത്രമാണ് ദേഷ്യം. താങ്ങാനുള്ളവർക്ക് ദേഷ്യം ക്ഷീണമൊക്കെ കൂടുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ദേഷ്യമൊക്കെ മാക്സിമം ഒന്ന് കുറയ്ക്കുക കേട്ടോ. ഹസ്ബൻഡ് നല്ല കെയർ തരുന്നില്ലേ, പിന്നെന്താ കുഴപ്പം? ടെൻഷനും ദേഷ്യമൊന്നും വേണ്ട, അതൊക്കെ കുറയ്ക്കണം കേട്ടോ. മാഡം റീന സിസ്റ്റർ പോട്ടേന്ന് ചോദിക്കുന്നു. ആ അവരോട് പൊക്കോളം പറയും, എന്നെ ഹസ്ബൻഡ് വിളിക്കാൻ വരും. ആ ശരി മാഡം. ശരി. അപ്പോൾ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക. ഇപ്പോഴാണെങ്കിൽ ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതിരിക്കുകയാണ്. ഓക്കെ. ഈ ഹസ്ബൻഡിനെ കാണുമ്പോൾ ഒരു പാവമായിട്ടാണല്ലോ തോന്നുന്നത്, പിന്നെ എന്തിനാ ഹസ്ബൻഡിനോട് ദേഷ്യപ്പെടുന്നത്? അപ്പൊ മാക്സിമം ഞാൻ പറഞ്ഞതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇനി നെക്സ്റ്റ് മന്ത്. എൻ്റെ ഫോൺ. ഹലോ. ആ നിങ്ങളിത് എവിടെയാ? ഞാൻ ഇത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് അറിയാമോ? എന്താ വരാത്ത എന്നെ കൂട്ടാൻ? നിങ്ങളുടെ ഒരു തിരക്ക്. നിങ്ങളുടെ അമ്മയോ ചേച്ചിയോ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കാണിക്കുമായിരുന്നോ? നിങ്ങൾ അവരെ കൂട്ടിക്കൊണ്ട് വരുമായിരുന്നല്ലോ എവിടെ പോയാലും. എത്ര സമയം കൊണ്ട് ഞാൻ വിളിക്കുകയാണെന്ന് അറിയുമോ? എത്ര സമയം കൊണ്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഒന്നും വന്നൂടെ? അപ്പൊ ഇത്രയേ ഉള്ളൂ സ്നേഹം, എൻ്റെ ഇത്രയൊക്കെ ഉള്ളൂ. ആ റീന സിസ്റ്ററൊക്കെ എപ്പോഴേ വീട്ടിൽ പോയി. ഒന്നാമത് ഞാൻ ഇന്ന് ആകെ ടയേർഡാണ്. ഒത്തിരി നേരത്തെ എത്താലോ എന്ന് വിചാരിച്ചാൽ ഞാൻ നിങ്ങളെ വിളിച്ചു. അപ്പൊ നിങ്ങൾക്കാണെങ്കിൽ ഒട്ടും സമയമില്ല. ഓ മനസ്സിലായി. ഇനി ഞാനൊരു ബസ്സോ അല്ലെങ്കിൽ ഓട്ടോയോ പിടിച്ചു വരാം. എന്നെ ഇനി കൂട്ടാൻ വരണ്ട. ആ വരണ്ട. ഇയാള് പോയില്ലേ ഇതുവരെ? അത് മാഡം എൻ്റെ ഫോൺ കാണാനില്ലായിരുന്നു. ചിലപ്പോൾ ചേട്ടൻ്റെ കയ്യിലായിരിക്കും. പിന്നെ മാഡം വഴക്ക് വിടാറുണ്ടല്ലേ. നമ്മുടെ ഭർത്താവിനെ അല്ലാതെ ഈ സമയത്ത് മറ്റാരെങ്കിലും ചീത്ത പറയാൻ പറ്റുമോ?
ശരി മാഡം. അപ്പോൾ ഹസ്ബൻഡ് നിന്നപ്പോൾ വെറുതെ ആണല്ലേ പറഞ്ഞത്? അപ്പോൾ ദേഷ്യപ്പെടാല്ലേ? അതെ, കുഴപ്പമില്ലെന്നേ. വരട്ടെ.